ഹയർ സെക്കൻഡറി 1ാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠഭാഗമായ മത്സ്യം എന്ന കവിതയുടെ ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. നമ്മുടെ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെ സൂചനകളാണ് മത്സ്യം എന്ന കവിതയിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ കൊടികൾക്കും മുകളിൽ അല്ലെ, എല്ലാ കൊടികളും എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓരോരോ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രസ്ഥാനത്തിനനുസരണമായി ജീവിക്കുക എന്നല്ലാതെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്, അല്ലേ? അപ്പോൾ ഈ വ്യക്തികളെ കുരുക്കിലാക്കാൻ പലപ്പോഴും ഇങ്ങനെ പ്രസ്ഥാനങ്ങളും അതുപോലെ വലകളുമായി ചൂണ്ട കണ്ണുകളും വലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പല പ്രസ്ഥാനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ ചെന്നുപെടാതെ, അതുപോലെ ആയുധത്തിൻ്റെ വായ്ത്തലകൾ കീഴ്പ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുന്നു, പരുന്തുകൾ റാഞ്ചിയെടുക്കാൻ നോക്കിയിരിക്കുന്നു, അവനെ ഉണക്കിയെടുക്കാനായിട്ട് ഉപ്പുവയലുകളുണ്ട്, അതുപോലെ മരവിപ്പിക്കാൻ ധ്രുവങ്ങളുണ്ട്, നക്ഷത്രങ്ങളും അവതാരങ്ങളും അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിങ്ങനെ പല രീതിയിലാണ് ഒരു വ്യക്തിയെ എങ്ങനെ കുരുക്കിലാക്കാം എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അപ്പം മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഓരോ ഘടകങ്ങളായിട്ടാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ചൂണ്ടക്കുളത്തായാലും വലക്കണ്ണികളായാലും പരുന്തിൻകണ്ണുകളായാലും ഇവയൊക്കെ അതിനെ സൂചിപ്പിക്കുന്ന. അപ്പം ഈ പലപ്പോഴും ഇതിനകത്ത് പെട്ടുപോകാറുണ്ട് മനുഷ്യര്. പക്ഷെ ചിലരെങ്കിലും ഇതിൽ നിന്നൊക്കെ അതീതമായിട്ടും മുന്നേറാനായിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പം അവരെ നയിക്കുന്നത്, എനിക്ക് മറ്റൊരാളുടെ കീഴിലേക്ക് ചെന്ന് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സാധിക്കില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ചിന്തയാണ് അവരെ അങ്ങനെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നതിന് അവരെ നയിക്കുന്ന കാരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് പോലെ ഓടിക്കൊണ്ടിരുന്നു, പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അറിയാതെ. നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ചുള്ള ആധിയാണോ, പ്രതിരോധ സാധ്യതയുടെ ഊർജമാണോ ഈ വരികൾ നൽകുന്നത്? സമർത്ഥിക്കാം. അപ്പം നമുക്ക് ഇവിടെ തോന്നുന്നത്, നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ചുള്ള ആധിയേക്കാൾ പ്രതിരോധത്തിനുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. കാരണം സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വാതന്ത്ര്യം വേണമെന്ന് കാക്ഷിക്കുന്നുണ്ട് എല്ലാവരുമെങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കാനും ആ സ്വാതന്ത്ര്യം അന്വേഷിക്കാനും കഴിയുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവര് സ്വാതന്ത്ര്യം തന്നെ ജീവിതമായിട്ട് കാണുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ. എന്നാൽ അവരെ എപ്പോഴും കീഴ്പ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഭൗതിക ജീവിതത്തിന് വേണ്ടി ഏത് ഒത്തുതീർപ്പിലും എത്താൻ പലപ്പോഴും നമ്മൾ അറിയാതെ അതിനുവേണ്ടി ശ്രമിച്ചു പോകാറുമുണ്ട് മനുഷ്യര്. കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തം മത്സ്യത്തെ കീഴ്പ്പെടുത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ വേറിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളും നേരിടേണ്ടി വരും. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ കവിതയിൽ നിന്ന്. തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അറിയാതെ പ്രതിരോധം തീർക്കുകയാണ് ഈ മത്സ്യം ചെയ്യുന്നത്, അല്ലേ? ചില ചെറുത്തുനിൽപ്പുകൾ എല്ലായ്പ്പോഴും ആവശ്യമാണ്. അത് എത്ര ചെറിയ ജീവിയായാലും ചെറുതുകളുടെ ഒരു ചെറുത്തുനിൽപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കവിതയിൽ പറയാം. എല്ലാവർക്കും കഴിയുന്നല്ല, ഒരു ന്യൂനപക്ഷത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രതിരോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം എത്രത്തോളമാണ്, ആ ഒരു അറിവാണ്, ആ തിരിച്ചറിവാണ് ഇവിടെ മത്സ്യത്തെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പം ആ നഷ്ടപ്പെടുന്ന ലോകത്തെ ഒരിക്കലും തിരിച്ചറിയാനാവില്ല എന്ന ആ തിരിച്ചറിവിലൂടെ ഒരു പുതുലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പുതു ലോകത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രയാണമാണ് നമുക്ക് ഇവിടെ ഈ മത്സ്യത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. എത്തേണ്ടതാം ഇടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ നടക്കും, വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാൻ. പാടിയിരിക്കുന്ന വള്ളത്തോളാണ്. മണൽത്തരിയോളം പോകുന്നൊരു മത്സ്യം കടൽ തരിയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. ഒരാശയം അവതരിപ്പിക്കുന്നതിൽ പുതുകവിതയുടെ ആഖ്യാന രീതി എങ്ങനെ വ്യത്യാസപ്പെടുന്നു? രണ്ട് കാവ്യഭാഗങ്ങളും താരതമ്യം ചെയ്ത് വിശകലനം ചെയ്യുക എന്നാണ്. അപ്പം 2 കാലഘട്ടത്തിലെ കവികളാണ് വള്ളത്തോളും TP രാജീവനും, അല്ലേ? അപ്പം എങ്ങനെയാണ്, ഏകദേശം സമാനമായ ഒരു ആശയം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിലും അതിൻ്റെ ആഖ്യാന രീതിയിൽ ഇവിടെ വ്യത്യാസമുണ്ട്. മലയാള കവിതാ ചരിത്രത്തിലെ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന കവികളാണ് വള്ളത്തോൾ, അതുപോലെ തന്നെ TP രാജീവൻ. വള്ളത്തോൾ കാൽപ്പനിക ഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ്,
എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ആഖ്യാന രീതിയാണ് ടി പി രാജീവനുള്ളത്. എത്തേണ്ടിടത്ത് എത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് വള്ളത്തോൾ പറയുന്നത്. അപ്പം അത് തീർച്ചയായും ആ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് അല്ലെ. ഞാൻ പോകും, അതൊരു ഇച്ഛാശക്തിയും കൂടിയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇതിലൊരു ഒരു ഒരു കാൽപ്പനികതയുടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ആ ഒരു പ്രത്യേകത, ആ കാൽപ്പനിക ശൈലിയാണ് വള്ളത്തോളിന്റെ കവിതയിൽ കാണാൻ കഴിയുന്നതെങ്കിൽ ടി പി രാജീവിന്റെ മത്സ്യം എന്ന കവിതയിൽ ഗദ്യ കവിതയാണ്, കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആഖ്യാന രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പം ഇവിടെ മണൽത്തരിയോളം ചെറിയതായ ഒരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു എന്നാണ് പറയുന്നത്. അപ്പം മത്സ്യത്തിന്റെ ഇച്ഛാശക്തിയും ആ പ്രതിരോധത്തിനുള്ള ആ ഊർജവും അപ്പൊ ഇവിടെ ഉയർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ഈണവും താളവും ഒന്നും ഇല്ലാത്ത വ്യത്യസ്തമായ ഒരു രീതിയാണ്. ഒരു ഗദ്യ കവിത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതിന് പ്രത്യേകിച്ചൊരു താളവോ ഈണമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഒരു ഉത്തരാധുനിക കാലഘട്ടത്തിലെ കവിതയുടെ സവിശേഷതയാണ് ടി പി രാജീവന്റെ മത്സ്യം നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. കാൽപ്പനിക കവിതയിൽ നിന്ന് ഉത്തരാധുനിക കവിതയിലേക്ക് മാറുമ്പോൾ ആ ആഖ്യാന ശൈലിയിൽ എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത്, ആവിഷ്കാര രീതിയിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അത് വളരെ വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കിവിടെ വ്യക്തമാണ്. അടുത്ത ചോദ്യം, പദങ്ങൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല കവിതയിലുള്ളത്. മത്സ്യം എന്ന പദം ഈ കവിതയിൽ സൃഷ്ടിക്കുന്ന ആശയതലങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ഇവിടെ നമ്മൾ ഇദ്ദേഹം തന്നെ ടി പി രാജീവൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ആത്മാവിഷ്കാരത്തിൻ്റെ ഈ മത്സ്യം എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിലെ ജനാധിപത്യപരമായ ഒരു ആവിഷ്കാരമാണ്. നമുക്ക് കവിത എന്ന് പറയുന്നത് ഒരു ആവിഷ്കാരമാണ് അല്ലേ. അപ്പൊ ആ ആവിഷ്കാരം എന്ന് പറയുന്നത് വളരെ ജനാധിപത്യപരമായി ഒരാൾക്ക് തൻ്റെ മനസ്സിനെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരിടമാണ് കവിത എന്ന് ടി പി രാജീവൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമാണ്. അതില് ധ്വനിയാണ് അതിലേറ്റവും പ്രധാനം അല്ലെ. നമ്മൾ എന്താണ് പറയുന്നത് എന്നതിലപ്പുറം എന്താണ് പറയുന്നതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളതാണല്ലോ വ്യംഗ്യം അല്ലെങ്കിൽ ധ്വനി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കവിതയില് നമുക്കിപ്പോൾ മത്സ്യം എന്ന് പറയുമ്പം നമ്മൾ നിഘണ്ടുവിൽ എടുത്തു നോക്കിയാൽ കാണുന്ന മത്സ്യത്തിന്റെ അർത്ഥമല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഈ കവിതാ ഭാഗത്ത് മത്സ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം മത്സ്യം എന്നുള്ളതിന് മീനെന്നല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തിന്റെ, സ്വതന്ത്ര ചിന്തയുടെ, പ്രതിരോധത്തിന്റെ ഒക്കെ ചിഹ്നമാണ്, ഒരു പ്രതീകമാണ് നമുക്കിവിടെ മത്സ്യം എന്ന ആ പദം. അതുപോലെ പ്രതിരോധ ശേഷിയാണ് ഇവിടുത്തെ മത്സ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്തയുടെ, ആത്മാന്വേഷണത്തിന്റെ ഒക്കെ, പ്രതിരോധത്തിന്റെ ഒക്കെ ചിഹ്നമായിട്ട് മത്സ്യം ഈ കവിതയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം എന്ന ആശയം, ഓർമ്മയുടെ ഞരമ്പ്, മത്സ്യം എന്നീ രചനകളിൽ ഏതെല്ലാം വിധത്തിലാണ് തെളിഞ്ഞു നിൽക്കുന്നത്? ഇതാണ് അടുത്ത ചോദ്യം. ഇരു രചനകളും താരതമ്യം ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം എന്ന ആശയം, ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ള കഥയിലെ തുടക്കം മുതൽ അവസാനം വരെ സ്വാതന്ത്ര്യത്തിന്റെ വില എത്രത്തോളമാണെന്നും, അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാട്ടെ, സ്ത്രീക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാട്ടെ അല്ലെ, എന്തുമായിക്കൊള്ളട്ടെ, അല്ലെ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാകട്ടെ, ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യമാകട്ടെ, ഏത് തരത്തിലായാലും സ്വാതന്ത്ര്യം അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ മത്സ്യം എന്ന രചനയിൽ ആ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ തന്നെയാണ് പ്രഘോഷിക്കുന്നത്, വിളിച്ചു പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന ആശയം ഓർമ്മയുടെ ഞരമ്പിൽ പലതരത്തിലാണല്ലോ ആവിഷ്കരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്വാതന്ത്ര്യത്തെ രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ ഒക്കെ സ്വാതന്ത്ര്യമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ചാണ് KR മീര ആ കഥയിൽ ഓർമ്മയുടെ ഞരമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മത്സ്യം എന്ന കവിതയിലെ സ്വാതന്ത്ര്യ ദർശനത്തിന് നേരത്തെ പറഞ്ഞ ഓർമ്മയുടെ ഞരമ്പെന്ന കഥയിലെ സ്വാതന്ത്ര്യവുമായി കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ ചില സമാനതകളുമുണ്ട്. കവിതയിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സ്വതന്ത്രമായ അന്വേഷണവുമാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. സമൂഹം മത്സ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകുന്നില്ല എന്ന ഒരു സൂചനയും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. അതിന്റെ പിന്നിൽ ഇങ്ങനെ ദഹിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ്. സ്വാതന്ത്ര്യത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പൊ ഈ സാധ്യതയാണ് രണ്ട് സാഹിത്യ രൂപവും, അതായത് കഥയും
കവിതയും അന്വേഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ വ്യക്തിയെയും കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ആ ചുറ്റി വരിഞ്ഞു നിൽക്കുകയാണ്, ഇവനെ കീഴ്പ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി. പ്രത്യേകിച്ചും സ്വതന്ത്രമോഹിയായ ഒരുവനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ഒരു കർമ്മം പോലെയാണ് അവര് എടുക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാനാവുകയില്ല. അതിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് ഈ ചുറ്റിവരിയലിനെ മറികടന്നാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടാനാവുകയുള്ളൂ. അപ്പൊ അത് ആ സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടാനുള്ള ഓട്ടം എന്ന് പറയുന്ന ഒരു അന്വേഷണവും കൂടിയാണ് അല്ലെ. സ്വാതന്ത്ര്യത്തിന്റെ ഏതോ ഒരു ലോകത്തിലേക്കുള്ള യാത്രയാണ്, ഏതോ ഒരു തീരം തേടിയുള്ള യാത്രയും കൂടിയാണ് ഈ എഴുത്തുകാര് നടത്തുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യം എന്ന കവിതയിൽ സ്വാതന്ത്ര്യ അന്വേഷണമാണ് കവി നടത്തുന്നത്, സമർത്ഥിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ ആ പോയിന്റ്സ് തന്നെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഉത്തരാധുനിക കാലഘട്ടത്തിലെ കവിതകളിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് ടി പി രാജീവൻ. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ കവിതയാണ് ഈ മത്സ്യം എന്ന കവിത. അപ്പം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്ന് നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. സ്വതന്ത്ര ചിന്ത അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ജനാധിപത്യം അനുവദിക്കുന്ന സാഹിത്യരൂപമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കവിത എന്ന് പറയുന്ന കവിത ഒരു ആവിഷ്കാരമാണ്, ഏറ്റവും ജനാധിപത്യപരമായ ഒരു ആവിഷ്കാരമാണ് കവിതയെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ പ്രത്യയശാസ്ത്രങ്ങളുടെ ആയാലും മതങ്ങളുടെ ആയാലും സംഘടനകളുടെ ഇതിനൊക്കെ ഇടപെടലുകൾ വ്യക്തിയിൽ ഉണ്ടാകുമല്ലോ. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടപെടലുകളിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനും അതിൽ നിന്നൊക്കെ മോചനം നേടി ഒരു സ്വതന്ത്ര ജീവിതം ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ജീവിതം കാക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. ഈ കവിതയുടെ സർഗാത്മകമായ ഒരു അന്വേഷണത്തിൻ്റെ അടിത്തറയായി കാണാവുന്ന ഒരു കവിതയാണ്. ഈ കവിയുടെ സർഗാത്മകത ഒരു അന്വേഷണമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. തന്നെ കീഴ്പ്പെടുത്താൻ വരുന്ന, അത് പ്രലോഭനമാകട്ടെ, അവതാരമാകട്ടെ, ഭീഷണിയാവട്ടെ, കടലാവട്ടെ, വലക്കണ്ണികളാവട്ടെ, വായ്ത്തലയാവട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, എന്തിനേയും ഏതൊരു സാഹചര്യത്തെയും അത് കടന്നു മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കെണികൾ ഇത്തരം വ്യക്തികളെ, സ്വതന്ത്രകാംക്ഷികളായ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. അപ്പം അതിന് ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ, നേരത്തെ പറഞ്ഞ പല പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും അല്ലെ, മത സംഘടനകൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം നേടുക എന്നുള്ള, അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ഈ മത്സ്യം എന്ന കവിത യിലൂടെ ഈ കവി മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തിയുടെ സ്വതന്ത്രാന്വേഷണമായി ഈ കവിത മാറുകയാണ് ചെയ്യുന്ന ഉടനീളം. അപ്പം നമുക്ക് പലതരം ഭീഷണികളും, നേരത്തെ പറഞ്ഞതുപോലെ പലതരം ഭീഷണികളും പലതരം അപായപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വളരെ തന്ത്രപരമായി രക്ഷപ്പെട്ട് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിരന്തരം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആരെങ്കിലും നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച് തരുമെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവരവർ തന്നെ, നമ്മുടെ സ്വതന്ത്രമായ ജീവിതം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് എന്നൊരു ധ്വനിയും കൂടിയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു അതിജീവനത്തിൻ്റെ ഒരു ഘടകവും കൂടി ഇവിടെ ഉൾച്ചേരുന്നുണ്ട് അല്ലെ. ഒന്നിനും കീഴ്പ്പെട്ട് കൊടുക്കാതെ നമ്മൾ ഓരോന്നിനെയും അതിജീവിക്കുക. കടല് ഉയരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മുകളിൽ ചെന്നെത്തുന്നു. കടലില് വേലിയിറക്കത്തിന്റെ സമയത്ത് അത് ഏറ്റവും അടിയിലേക്ക് പോകുന്നു. എപ്പോഴും നമ്മൾ അതിജീവനം അല്ലെ, ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സ്വാതന്ത്ര്യവും ആഘോഷവും ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ജീവിതവും മുന്നോട്ട് പോക്കും ഒക്കെ ഉള്ളൂ. അതിന് ജീവിതം വേണം, ജീവൻ വേണം. അതിനെയും കൂടെ രക്ഷിക്കുന്ന ഒരു അതിജീവന, ഒപ്പം തന്നെ സ്വാതന്ത്ര്യ മോഹത്തോടു കൂടിയുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തേക്കുള്ള യാത്രയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒന്നാണ് ഇവിടെ ഈ കവിതയെന്ന് നമുക്ക് പറയണം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ അന്വേഷണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഈ കവിതയിൽ മാറുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാൽ, ചുവടെ നൽകിയിട്ടുള്ള വാക്യങ്ങളിലെ വിഭക്തി സൂചനകൾ കണ്ടെത്തി വിശകലനം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഭക്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു നാമത്തിനോ
അല്ലെങ്കിൽ സർവനാമത്തിനോ മറ്റു പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതിന് ആ നാമത്തിന്റെ ഒടുവിൽ ചെയ്യുന്ന രൂപഭേദത്തിനാണല്ലോ വിഭക്തി എന്ന് പറയുന്നത്. ഇവിടെ 3 തരത്തിലുള്ള വിഭക്തികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആള എന്ന ഭാഗത്ത് ഉദ്ദേശിക വിഭക്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാമൻകുട്ടിക്ക് ഇക്ക് എന്നുള്ള വിഭക്തി പ്രത്യയം ഉപയോഗിച്ചിരിക്കുന്നു. എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ ഉടെ എന്ന വിഭക്തി പ്രത്യയം ഉപയോഗിച്ചിരിക്കുന്നു. അത് സംബന്ധിക വിഭക്തി ആണ്. അതുപോലെ അവൻ വെള്ളം കുടിച്ചു എന്നിടത്ത് പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് നിർദ്ദേശിക വിഭക്തിയാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.